സ്വാഗതം. നമ്മളിന്ന് ടാരോട്ട് കാർഡുകളുടെ ഒരു ലോകത്തേക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവാണ്. സാധാരണ ടാരോട്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കുന്നത് ഭാവി പറയുന്നതൊക്കെയാണല്ലേ? പക്ഷെ നമ്മളിന്ന് നോക്കുന്നത് അങ്ങനൊരു പ്രവചനത്തിനപ്പുറം എങ്ങനെ ഇതിനെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ, നമ്മുടെ ഉള്ളിലൊരു ശക്തി കണ്ടെത്താൻ, ആ ഒരു വളർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ്. ഓരോ കാർഡിന്റെയും ആ പ്രതീകാത്മകത, അത് തരുന്ന ഒരു ഊർജം, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുണ്ട്. മേജർ അർക്കാന കാർഡുകൾ 22 എണ്ണം, ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ. പിന്നെ മൈനർ അർക്കാന 56 എണ്ണം, അത് നമ്മുടെ ഡെയിലി ലൈഫ്, ദൈനംദിന കാര്യങ്ങൾ. ശരി, അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം ഈ മേജർ അർക്കാന. പേരുപോലെ തന്നെ മേജർ, പ്രധാനപ്പെട്ടത്. ജീവിതത്തിലെ വലിയ സംഭവങ്ങൾ, വഴിത്തിരിവുകൾ, ചില പ്രധാന പാഠങ്ങൾ, വലിയ ഊർജമാറ്റങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണോ 22 കാർഡുകൾ? അതെ, തീർച്ചയായും. മേജർ അർക്കാന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതയാത്രയിലെ ഓരോരോ മൈൽ സ്റ്റോൺസ് പോലെയാണ്. ഓരോ കാർഡും ഓരോ ഘട്ടത്തെ, അല്ലെങ്കിൽ ഒരു വലിയ വെല്ലുവിളിയെ, ചിലപ്പോൾ ഒരു വലിയ തിരിച്ചറിവിനെയൊക്കെ സൂചിപ്പിക്കാം. അപ്പോൾ ഒരു റീഡിങ്ങില് ഈ കാർഡുകൾ വരുമ്പോൾ അത് സാധാരണ കാര്യങ്ങളല്ല, എന്തോ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട് എന്ന് കരുതാം അല്ലേ? ശരിയാണ്. കാർഡുകൾ നിവർന്നു വരുമ്പോൾ, അതായത് അപ്രൈറ്റ്, ആ അതാ കാർഡുമായി ബന്ധപ്പെട്ട ഊർജം നല്ല രീതിയിൽ ക്രിയാത്മകമായി ഒഴുകുന്നു എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ കഴിവുകൾ, സാധ്യതകൾ ഒക്കെ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നു എന്നൊരു സൂചന. ഓക്കെ. അപ്പൊ തലകീഴായി വന്നാലോ? റിവേഴ്സ്ഡ്. അത് പലർക്കും ഒരു പേടിയാണ്, മോശം എന്നൊക്കെ വിചാരിക്കും. റിവേഴ്സ്ഡ് കാർഡ് ഒരു തടസ്സത്തെ, അല്ലെങ്കിൽ ഒരു ബാലൻസ് ഇല്ലായ്മയെ കാണിക്കാം. ശരിയാണ്, പക്ഷെ അതിനൊരു പരാജയമെന്ന് കാണണ്ട. പകരം ആ മേഖലയിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓക്കേ. ഒരുപക്ഷേ ആ എനർജി നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പാഠം പഠിച്ചു തീർത്തിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് നിർത്തി ചിന്തിക്കണം. നമ്മുടെ ആ രീതിയൊന്ന് മാറ്റണോ, ബാലൻസ് കണ്ടുപിടിക്കണോ എന്നൊക്കെ ആലോചിക്കാൻ പ്രേരിപ്പിക്കും. അവസാനം പാർത്താൽ തലകീഴായ കാർഡും ഒരു വളർച്ചയിലേക്കുള്ള വഴി തന്നെയാണ് കാണിക്കുന്നത്. ഏത് കാർഡായാലും എങ്ങനെ വന്നാലും നിങ്ങളെ എങ്ങനെ അത് എംപവർ ചെയ്യും, ശാക്തീകരിക്കുമെന്നതിലാണ്. അതെ, അത് കൊള്ളാം. ആ ഒരു കാഴ്ചപ്പാട് കൊള്ളാം. അപ്പം നമുക്ക് ചില പ്രധാനപ്പെട്ട മേജർ കാർഡുകൾ നോക്കിയാലോ? 0 നമ്പർ ദ ഫൂൾ. ഒരു മലയുടെ അറ്റത്ത് നിന്ന് മുകളിലോട്ട് നോക്കി നല്ല ആവേശത്തോടെ എന്തോ ഒന്നിലേക്ക് എടുത്തു ചാടാൻ നിൽക്കുന്ന ഒരാള്. ഒരു പട്ടിക്കുട്ടിയുണ്ട് കൂടെ, കയ്യിലൊരു ഭാണ്ഡം. ഒരു നിഷ്കളങ്കതയുണ്ട് ആ ചിത്രത്തിന്. അതെ, ദ ഫൂൾ പുതിയ തുടക്കങ്ങളുടെ കാർഡാണ്. അറിയാത്ത ഒന്നിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള ഒരു ധൈര്യം, ഒരു ശുഭാപ്തി വിശ്വാസം, സാഹസികത, പിന്നെ പ്രപഞ്ചത്തിലൊരു വിശ്വാസം. അതാണ് അതിൻ്റെ ഒരു കാതൽ. നിവർന്നു വന്നാൽ ജീവിതം തരുന്ന പുതിയ അവസരങ്ങളെ പേടിയില്ലാതെ ഓപ്പൺ മൈൻഡോടെ സ്വീകരിക്കാനുള്ള ഒരു വിളിയാണ്. ഒരു പുതിയ ജോലി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, അങ്ങനെ എന്തും. അതെ, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതരീതി തന്നെയാകാം. ഉള്ളിലെ ആ കുട്ടിയെ പുറത്തു കൊണ്ടുവരാൻ, സാധ്യതകളിൽ വിശ്വസിക്കാൻ സമയമായി എന്നാണ്. അപ്പോ റിവേഴ്സ്ഡ് ആയാലോ? ചിലപ്പോ ശ്രദ്ധയില്ലാതെ എടുത്തു ചാടുന്നതാവോ? ആകാം. ഒരുപക്ഷേ വേണ്ടത്ര ആലോചനയില്ലാതെ, തയ്യാറെടുപ്പില്ലാതെ ചാടുന്നു. അല്ലെങ്കിൽ നേരെ തിരിച്ച് പേടിച്ചിട്ട് മുന്നോട്ടു പോകാതിരിക്കുന്നു, അതുമാകാം. അപ്പോ അവിടുത്തെ ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിർത്തുക, സാഹചര്യം ഒന്ന് നോക്കുക, കുറച്ചുകൂടി ശ്രദ്ധയോടെ, ബോധത്തോടെ മുന്നോട്ടു പോവുക. വെറുതെ ചാടാതെ അറിഞ്ഞുകൊണ്ട് ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക. വലിയൊരു ചിത്രത്തിൽ നോക്കിയാൽ മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്നൊന്നും നോക്കാതെ സ്വന്തം വഴിക്ക് പോകാനുള്ള ഒരു ധൈര്യം കൂടിയാണ് ദ ഫൂൾ. ദ ഫൂൾ യാത്ര തുടങ്ങുന്നു. അപ്പോ അടുത്ത പടി സ്വന്തം കഴിവുകൾ തിരിച്ചറിയുക എന്നതാണോ? നമ്പർ 1 കാർഡ് ദ മജിഷ്യൻ. ആ മേശപ്പുറത്ത് 4 ചിഹ്നങ്ങളുമുണ്ട്: വടി, കപ്പ്, വാള്, നാണയം. ഒരാൾ ഒരു കൈ മുകളിലേക്കും മറ്റേ കൈ താഴേക്കും ചൂണ്ടി നിൽക്കുന്നു. അതെ, കറക്റ്റ്. ദ ഫൂൾ ഒരു സാധ്യതയാണെങ്കിൽ, ദ മജിഷ്യൻ ആ സാധ്യതയെ റിയാലിറ്റിയാക്കാനുള്ള ഒരു ഇച്ഛാശക്തി, കഴിവ്, അതിനുള്ള വിഭവങ്ങൾ, അതാണ്. ആ കൈകളുടെ നിൽപ്പ് കണ്ടില്ലേ? മുകളിലുള്ള ആ ഒരു ആശയത്തെ, ഊർജത്തെ താഴെ ഈ ലോകത്ത് പ്രാവർത്തികമാക്കാനുള്ള കഴിവ്. നിവർന്നു വന്നാൽ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ട എല്ലാ കഴിവും, അതായത് ബുദ്ധി, വാൾ, വികാരം, കപ്പ്, പ്രാക്ടിക്കാലിറ്റി, നാണയം, ഊർജം, വടി ഒക്കെ നിങ്ങൾക്കുണ്ട്. അത് ഉപയോഗിക്കാൻ സമയമായി എന്ന് പറയാണ്. കഴിവുകളിൽ വിശ്വസിച്ച് പ്രവർത്തിക്കാൻ. ഓക്കേ.
അപ്പൊ തലകീഴായി വന്നാലോ? ആ കഴിവുകൾ ഉപയോഗിക്കുന്നില്ല, അതോ? ഒരു പക്ഷേ. അല്ലെങ്കിൽ കഴിവുകൾ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ശ്രദ്ധ മാറുന്നു, ഒരു ലക്ഷ്യമില്ലായ്മ, അതൊക്കെ വരാം. അപ്പൊ കാർഡ് പറയുന്നത് നിങ്ങളുടെ എനർജി എവിടെയാണ് ലീക്കാവുന്നത് എന്ന് നോക്കി അതിനെ ശരിയായ വഴിക്ക് വിടാനാണ്. ആത്മവിശ്വാസം വീണ്ടെടുത്ത് ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക. ദ മജിഷ്യൻ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ലോകമുണ്ടാക്കാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ്. ദ മാജീഷ്യൻ കുറച്ചുകൂടി പുറമേയുള്ള കഴിവും പ്രവർത്തനവുമാണെങ്കിൽ അടുത്തത് നമ്പർ 2, ദ ഹൈ പ്രീസ്റ്റസ്. അത് കുറച്ചുകൂടി ഉള്ളിലേക്കുള്ളൊരു യാത്രയാണെന്ന് തോന്നുന്നു. ഒരു മിസ്റ്ററി ഫീലുണ്ട്. കറുപ്പും വെളുപ്പും തൂണുകൾക്കിടയിൽ കയ്യിലൊരു ചുരുളുമായിരിക്കുന്നു. ഇൻറ്റ്യൂഷൻ, രഹസ്യങ്ങൾ, അങ്ങനൊരു ഫീൽ. അതെ, ദ ഹൈ പ്രീസ്റ്റസ് നമ്മുടെ ഉള്ളിലെ അറിവാണ്, ആന്തരിക ജ്ഞാനം, ലോജിക്കിനപ്പുറമുള്ള ചില സത്യങ്ങൾ, നമ്മുടെ ഒരു ഉൾവിളി, ഇൻറ്റ്യൂഷൻ. അതാണ് ഈ കാർഡ്. നിവർന്നു വരുമ്പോൾ ഉള്ളിലെ ആ ശബ്ദം കേൾക്കാൻ, വെറും പുറമേ കാണുന്നതിനപ്പുറം ആഴത്തിലുള്ള സത്യം കാണാൻ പറയുന്നു. ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടാൻ സമയമായി എന്നും വരാം. പക്ഷേ ഇൻറ്റ്യൂഷന് വിശ്വസിക്കാൻ എപ്പോഴും പറ്റണമെന്നില്ലല്ലോ. തലകീഴായി വന്നാൽ നമ്മളതിനെ അവഗണിക്കുന്നു എന്നാണോ അർത്ഥം? ആകാം. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സ്വന്തം തോന്നലിനെ തള്ളിക്കളയുന്നു. അതുമല്ലെങ്കിൽ കാര്യങ്ങളുടെ ഉപരിതലം മാത്രം കാണുന്നു, ആഴത്തിലേക്ക് നോക്കാൻ മടിക്കുന്നു. അപ്പോൾ ഈ കാർഡ് റിവേഴ്സ്ഡ് ആകുമ്പോൾ പുറത്തുള്ള ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി കുറച്ചുനേരം ഒന്ന് സൈലന്റായി ഉള്ളിലേക്ക് നോക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ആ ഉള്ളിലെ സത്യവുമായിട്ട് ഒന്നുകൂടി കണക്ട് ചെയ്യാൻ. ഈ പുസ്തകം പറയുന്നത് ഇത് കൂടുതൽ വ്യക്തതയ്ക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുമെന്നാണ്. ഉള്ളിലെ ഉത്തരങ്ങൾ ശ്രദ്ധിക്കാൻ. ഇനി നമുക്ക് മേജർ അർക്കാനയുടെ ഏതാണ് അവസാന ഭാഗത്തുള്ളൊരു കാർഡ് നോക്കാം. ദ വേൾഡ്, നമ്പർ 21. ഒരു വലിയ വട്ടത്തിനുള്ളിൽ ഒരാൾ നൃത്തം ചെയ്യുന്നു. ചുറ്റും 4 ചിഹ്നങ്ങളുണ്ട്. ഒരു പൂർണ്ണതയുടെ, ഒരു ആഘോഷത്തിന്റെയൊക്കെ ഫീലുണ്ട്. അതെ, അതുതന്നെ. ദ വേൾഡ് ഒരു യാത്രയുടെ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിന്റെ വിജയകരമായ പൂർത്തീകരണമാണ്. ലക്ഷ്യത്തിലെത്തി, ഒരു സൈക്കിൾ പൂർത്തിയായി, സംതൃപ്തി, നേട്ടം, ഒരു ഐക്യം, അതൊക്കെയാണ്. നിവർന്നു വരുമ്പോൾ നിങ്ങൾ ചെയ്ത ജോലിയുടെ ഫലം ആസ്വദിക്കാൻ, ആ വിജയം ആഘോഷിക്കാൻ പറയുന്നു. ഒരു വലിയ പ്രൊജക്റ്റ് തീർന്ന പോലെ, അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞ പോലെ. അതെ, അതെ. ജീവിതത്തിലെ ഒരു പ്രധാന ലക്ഷ്യം നേടിയതുപോലെ. അപ്പൊ തലകീഴായി വന്നാലോ? തീർന്നില്ല എന്നാണോ? പൂർണ്ണമായില്ല. അല്ലെങ്കിൽ ആ പൂർണ്ണതയിൽ എന്തോ ഒരു കുറവുണ്ട്. ഒരു പക്ഷേ എത്താൻ ഇനിയും ചില സ്റ്റെപ്പുകൾ ബാക്കിയുണ്ട്. അല്ലെങ്കിൽ കിട്ടിയ ആ നേട്ടത്തിൽ ഒരു പൂർണ്ണ സംതൃപ്തിയില്ല. അപ്പോൾ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് എന്താണ് വിട്ടുപോയതെന്ന് നോക്കി അത് തീർക്കാനും ആ വിജയം പൂർണ്ണമാക്കാനുമാണ്. ചിലപ്പോൾ അവസാന നിമിഷം വല്ല ഷോർട്ട് കട്ട് എടുത്തതിൻ്റെ പ്രശ്നമാകാം. അതുകൊണ്ട് ശ്രദ്ധയോടെ കാര്യങ്ങൾ തീർക്കാൻ പറയുന്നു. പക്ഷെ ഓർക്കണം, ഒരു ചാപ്റ്റർ കഴിയുമ്പോഴാണല്ലോ പുതിയൊന്ന് തുടങ്ങാൻ പറ്റൂ. അങ്ങനെയൊരു സാധ്യതയും ഇതിലുണ്ട്. ശരിയാണ്, ശരിയാണ്. ഇതുപോലെ വേറെയും മേജർ കാർഡുകളുണ്ട്. സ്ട്രെങ്ത് പോലെ, നമ്മുടെ ഉള്ളിലെ ശക്തിയെപ്പറ്റി. ഡെത്ത് കാർഡ്, മാറ്റങ്ങളെപ്പറ്റി. അത് മരണമെന്നല്ല, ഒരു അവസ്ഥ തീരുന്നത്. പിന്നെ ദ സ്റ്റാർ, പ്രതീക്ഷയെപ്പറ്റി. ഓരോന്നും വലിയ പാഠങ്ങൾ തന്നെ. ഈ വലിയ പാഠങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി ഡെയിലി ലൈഫിലേക്ക് വരാം. അതാണല്ലോ ഈ 56 മൈനർ അർക്കാന കാർഡുകൾ. ഇവ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ പ്രായോഗികമായി ഉപകാരപ്പെടുക? മേജർ അർക്കാന വലിയ തീമുകൾ തരുമ്പോൾ മൈനർ അർക്കാന ഈ തീമുകളൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ എങ്ങനെ വരുന്നു എന്ന് കാണിച്ചു തരും. കുറച്ചുകൂടി പ്രാക്ടിക്കൽ ഉപദേശങ്ങളാണ്. ഈ 56 കാർഡുകളെ 4 സ്യൂട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കപ്പുകൾ, നാണയങ്ങൾ, വാളുകൾ, പിന്നെ വടികൾ. സാധാരണ ചീട്ടുകളിലെ ചിഹ്നങ്ങൾ പോലെയാണല്ലോ ഇത്. അതെ, ആ ഒരു ബന്ധമുണ്ട്. ഓരോ സ്യൂട്ടും ജീവിതത്തിന്റെ ഓരോ ഏരിയയാണ് കാണിക്കുന്നത്. കപ്പുകൾ അഥവാ കപ്സ്, അത് നമ്മുടെ വികാരങ്ങൾ, സ്നേഹം, ബന്ധങ്ങൾ, സന്തോഷം, ദുഃഖം, നമ്മുടെ ആ ഇമോഷണൽ വേൾഡ്. ഓക്കെ. നാണയങ്ങൾ അഥവാ പെൻഡക്കിൾസ്, അത് ഭൗതിക ലോകം, ജോലി, പൈസ, വീട്, ആരോഗ്യം, പ്രകൃതിയുമായുള്ള ബന്ധം ഒക്കെ ഇതിൽ വരും. വാളുകൾ, സ്വാർഡ്സ്, അത് നമ്മുടെ ചിന്തകൾ, ബുദ്ധി, ആശയങ്ങൾ, സംസാരം, സത്യം, പിന്നെ വെല്ലുവിളികൾ, തീരുമാനങ്ങൾ എടുക്കുന്നത്, അതൊക്കെയാണ്. പിന്നെ വടികൾ, വാൺസ്, അത് ഊർജം, ആക്ഷൻ, പ്രചോദനം, ക്രിയേറ്റിവിറ്റി, വളർച്ച, പാഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരി. ഓരോ സ്യൂട്ടിലും 1 മുതൽ 10 വരെ നമ്പറുകളുണ്ട്. പിന്നെ 4 കോർട്ട് കാർഡുകളും.
പേജ്, നൈറ്റ്, ക്വീൻ, കിങ്. നമ്പർ കാർഡുകൾ ആ സ്യൂട്ടിന്റെ എനർജി ഓരോ സാഹചര്യത്തിൽ എങ്ങനെയാണെന്ന് കാണിക്കും. കോർട്ട് കാർഡുകൾ മിക്കവാറും വ്യക്തികളെ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളെ, അതുമല്ലെങ്കിൽ ആ എനർജിയുടെ ഒരു പ്രത്യേകതരം പ്രകടനം, അതിനെയൊക്കെ സൂചിപ്പിക്കാം. അപ്പോൾ ഓരോ സ്യൂട്ടിന്റെയും ഒരു ബേസിക് ഐഡിയ കിട്ടാന് അതിന്റെ 1-ാം നമ്പർ കാർഡ് എയ്സ് നോക്കിയാൽ മതിയാകുമോ? കാരണം എയ്സ് എപ്പോഴും പുതിയ തുടക്കമാണെന്ന് പറഞ്ഞല്ലോ. ആ, അത് നല്ല പോയിന്റാണ്. നോക്കാം. ഏസ് ഓഫ് കപ്സ്, ഒരു പുതിയ വൈകാരിക തുടക്കം, പുതിയ സ്നേഹം, പുതിയൊരു സൗഹൃദം, അല്ലെങ്കിൽ ഉള്ളിൽ സ്നേഹം, അനുകമ്പ ഒക്കെ കൂടുന്നത്. ഉറവിടം പറയുന്നത് ഹൃദയം തുറക്കാനും സ്നേഹം കൊടുക്കാനും വാങ്ങാനുമുള്ള ഒരു സമയമാണെന്നാണ്. ഫലം നല്ലൊരു വൈകാരിക സംതൃപ്തി. ഏസ് ഓഫ് പെന്റക്കിൾസ്, ഭൗതിക ലോകത്തൊരു പുതിയ തുടക്കം, പുതിയ ജോലി, ബിസിനസ്, പൈസ വരാനുള്ള വഴി, അല്ലെങ്കിൽ ആരോഗ്യം നന്നാക്കാനുള്ള അവസരം. പുസ്തകം ഇതിനെ ഒരു വിത്ത് എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചാൽ നല്ല ഫലം കിട്ടും. ഫലം ഉറപ്പുള്ള, പ്രാക്ടിക്കലായിട്ടുള്ള വിജയം. ശരി. ഏസ് ഓഫ് സ്വോർഡ്സ്, ഒരു പുതിയ ഐഡിയ, അല്ലെങ്കിൽ സത്യം മനസ്സിലാവുന്നത്, നല്ല വ്യക്തത കിട്ടുന്നത്, ഒരു പ്രശ്നത്തെ നേരിടാനുള്ള ധൈര്യം, ബുദ്ധി കൊണ്ടുള്ള വിജയം. ഇത് കാര്യങ്ങൾ ക്ലിയറായി കാണാൻ സഹായിക്കുമെന്ന് പറയുന്നു. ഫലം മാനസികമായി ഒരു മുന്നേറ്റം, വ്യക്തമായ കാഴ്ച. ഓക്കെ. ഏസ് ഓഫ് വാണ്ട്സ്, പുതിയ എനർജി, ഒരു ഇൻസ്പിറേഷൻ, ക്രിയേറ്റീവ് ഐഡിയ, അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങുന്നത്. നല്ല ആവേശത്തോടെ മുന്നോട്ടു പോകാനുള്ളൊരു സൂചന. ഉള്ളിലെ ആ തീയെ അന്ന് ആളിക്കത്തിക്കാൻ സമയമായെന്ന്. ഫലം നല്ല ഊർജ്ജസ്വലമായ വളർച്ച, പുതിയ സാധ്യതകൾ. അപ്പൊ ഈ എയ്സ് കാർഡുകള് ഓരോ ഏരിയയിലും പുതിയൊരു വാതില് തുറക്കുകയാണ്. മറ്റുള്ള നമ്പർ കാർഡുകൾ ആ യാത്രയുടെ മുന്നോട്ടുള്ള പോക്കും, കോഡ് കാർഡുകൾ അതിലെ വ്യക്തികളെയോ അവരുടെ സ്വഭാവത്തെയോ കാണിക്കുന്നു. ഉദാഹരണത്തിന് ക്വീൻ ഓഫ് കപ്സ് എന്ന് കേൾക്കുമ്പോൾ നല്ല സ്നേഹമുള്ള, കെയറിംഗ് ആയ, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരാളോ അങ്ങനെ ഒരു രീതിയിലുള്ള സമീപനവുമായിരിക്കാമല്ലേ? അതെ അതെ. ക്വീൻ ഓഫ് കപ്സ് വൈകാരികമായി പക്വതയുള്ള, ദയുള്ള ഒരാളെ കാണിക്കാം. അതേസമയം ഒരു നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണെങ്കിൽ ഭയങ്കര ശ്രദ്ധയോടെ, സ്ഥിരോത്സാഹത്തോടെ, പതുക്കെയാണെങ്കിലും ഉറപ്പായിട്ടും ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരാളെയോ ആ ഒരു രീതിയെയോ കാണിക്കാം. ഓരോ കാർഡിനും അതിൻ്റെതായ ചെറിയ ചെറിയ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു വ്യക്തത തരാൻ ഇത് സഹായിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത് ടാരോട്ട് കാർഡുകൾ ശരിക്കും ഒരു പ്രതീകാത്മക ഭാഷ പോലെയാണ്. ഭാവിയിൽ ഇന്നത് നടക്കും എന്ന് കൃത്യമായി പറയുന്നതിനേക്കാൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, നമ്മുടെ സാധ്യതകൾ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻസൈറ്റ്, ഒരു ഉൾക്കാഴ്ച തരാനാണ് ഈ കാർഡുകൾ സഹായിക്കുന്നത്. ശരിയാണ്. മേജർ അർക്കാന ആ വലിയ ചിത്രം കാണിച്ചു തരുന്നു, മൈനർ അർക്കാന അതിന്റെ ഡീറ്റെയിൽസും. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇത് നിങ്ങൾക്ക്, അതായത് കേൾക്കുന്നവർക്ക്, എങ്ങനെയാണ് ശരിക്കും പ്രയോജനപ്പെടുക? ഓരോ തവണ കാർഡ് എടുക്കുമ്പോഴുള്ള സാഹചര്യം, അടുത്തുവരുന്ന മറ്റ് കാർഡുകൾ, പിന്നെ ഏറ്റവും പ്രധാനം നിങ്ങളുടെ സ്വന്തം ജീവിതവും നിങ്ങളുടെ ഉള്ളിലെ തോന്നലും, ഇതൊക്കെ ആ അർത്ഥത്തെ മാറ്റാം. ടാരോട്ട് ഒരു കണ്ണാടിയാണെന്നാണ്, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ളൊരു ടൂൾ. ഓ. ലക്ഷ്യം ഭാവി അറിയുക എന്നതിനേക്കാൾ ആ കാർഡിലെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ചിന്തകളെപ്പറ്റി, വികാരങ്ങളെപ്പറ്റി, സാധ്യതകളെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയുക. പ്രശ്നങ്ങളെ വേറൊരു രീതിയിൽ കാണാൻ പഠിക്കുക. അങ്ങനെ പേഴ്സണലായിട്ട് വളരുക. അതാണ് പ്രധാനം. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടാൻ ഉള്ളിൽ തന്നെയുള്ളൊരു ശക്തിയെ ഓർമ്മിപ്പിക്കാൻ ചിലപ്പോൾ ഒരു സ്ട്രെങ്ത് കാർഡ് സഹായിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെന്ന് ഡെത്ത് കാർഡ് പറഞ്ഞേക്കാം. അതെ, അത് തന്നെ. കിട്ടുന്ന ഏത് ഫലത്തെയും, കാർഡ് നേരെ വന്നാലും തലകീഴായി വന്നാലും, ഒരു പാഠമായിട്ട്, മുന്നോട്ട് പോകാനുള്ളൊരു അവസരമായിട്ട് കാണാൻ ടാരോട്ട് സഹായിക്കും. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. ഈ കാർഡുകൾ തരുന്ന ഇൻസൈറ്റുകൾ, ഈ പ്രതീകങ്ങളുടെ ഭാഷ, നിങ്ങളുടെ ഡെയിലി ലൈഫിലെ തീരുമാനങ്ങളെയും ചിന്തകളെയും പ്രവൃത്തികളെയൊക്കെ കൂടുതൽ പോസിറ്റീവായിട്ട്, കൂടുതൽ ബോധപൂർവം കൊണ്ടുപോകാൻ എങ്ങനെ ഉപയോഗിക്കാം? ശരിയാണ്. ഈ 78 കാർഡുകളെയും നിങ്ങളുടെ ഉള്ളിലേക്കും നിങ്ങളുടെ സാധ്യതകളിലേക്കുമൊക്കെയുള്ള ഓരോ വാതിലുകളായി കാണാൻ ശ്രമിക്കാം. ഇത് നിങ്ങളുടെ തന്നെ ഒരു യാത്രയുടെ ഒരു പ്രതിഫലനം. ഒരു അവസാന ചിന്ത കൂടി പറയാം. ഇത് നിങ്ങൾക്ക് തനിയെ ഒന്ന് ആലോചിച്ച് നോക്കാവുന്ന ഒന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സാഹചര്യം മനസ്സിലോർക്കുക. എന്നിട്ട് അതിന് ഈ ടാരോട്ട് കാർഡുകളുടെ സിംബോളിസത്തിലൂടെ ഒന്ന് കാണാൻ ശ്രമിക്കാമോ? ഉദാഹരണത്തിന് ഒരു തടസ്സത്തെ, ഒരു പക്ഷേ കുറച്ചുകൂടി പ്ലാനിംഗ് വേണമെന്ന് പറയുന്ന ഒരു റിവേഴ്സ്ഡ് ഫൂളായി കാണുക. അല്ലെങ്കിൽ ഒരു നഷ്ടത്തെ
പുതിയതിന് വഴിമാറുന്ന ഒരു ഡെത്ത് കാർഡിന്റെ മാറ്റമായി കാണുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഏസ് ഓഫ് വാൺസിന്റെ എനർജി അതിൽ കാണാൻ പറ്റുമോ എന്ന് നോക്കുക. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ അപ്രോച്ച്, നിങ്ങളുടെ കാഴ്ചപ്പാട് അതെങ്ങനെ മാറും? ഒരു കാർഡ് എടുത്ത് അതിനെപ്പറ്റിയൊന്ന് ആലോചിക്കുന്നതും ആ ചിന്തകളൊക്കെ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നതുമൊക്കെ കൂടുതൽ ആഴത്തിലുള്ള കണ്ടെത്തലുകൾക്ക് സഹായിച്ചേക്കാം. ടാരോട്ട് കാർഡുകളുടെ ഈ ലോകത്തിലൂടെ നമ്മൾ നടത്തിയ ഈ ഒരു ആഴത്തിലുള്ള സംഭാഷണത്തിൽ പങ്കുചേർന്നതിന് നന്ദി.